അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, പരീക്ഷയൊക്കെ ആവാൻ പോവല്ലേ, ടേബിളിന് മുന്നിൽ ഭഗവാന്റെ ഫോട്ടോ വെക്കുക, ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുക എന്നിങ്ങനെ ഒന്നും നിർബന്ധിച്ച് പറയരുത്. ജസ്റ്റ് ഒന്ന് പറയാ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഒരു കാരണവശാലും നമ്മൾ ഫോഴ്സ് ചെയ്യുവാൻ നിൽക്കരുത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 96. മധുരമായി സംസാരിക്കുക, മധുരമായി പുഞ്ചിരിക്കുകയും ചെയ്യുക. അതിപ്പോൾ തന്നെ വേദനിപ്പിച്ചവരോടായാലും സ്നേഹിച്ചവരോടായാലും. ഹരേ കൃഷ്ണ. നമസ്കാരം. നമ്മൾ ഇടുന്ന വീഡിയോകളുടെ താഴെ ഈയിടെയായി വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. മോനെ, ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷയൊക്കെ നടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെയും കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഭഗവാന്റെ നാമത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കമന്റുകൾ വരുന്നത്. ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആശയം മനസ്സിലുദിക്കുന്നത്. എന്നാൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രം അവരുടെ പഠനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ഒരു ദൃശ്യവൽക്കരണ വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതി. തീർച്ചയായും തന്റെ കുട്ടികളെ അത്രമാത്രം സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണുക, തന്റെ മക്കളിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെ കുട്ടികൾക്ക് വലിയ ഭക്തിയൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഭക്തരായിട്ടുള്ള മാതാപിതാക്കൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും തൻ്റെ ഭക്തി, വിശ്വാസം, അതിപ്പോൾ ഏത് മതത്തിലും ആയിക്കൊള്ളട്ടെ, കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഭക്തി അല്ലെങ്കിൽ വിശ്വാസം അതൊരു നിയോഗമാണ്. ചിലർ പരിപൂർണമായും സനാതന ധർമ്മത്തിലേക്ക് പോകുന്നതും അകമഴിഞ്ഞ കൃഷ്ണ ഭക്തനോ ആകുന്നതെല്ലാം ഒരു നിയോഗമാണ്. നമ്മുടെ മക്കൾക്കും അത്തരത്തിലൊരു നിയോഗം ഉണ്ടാച്ചാൽ തീർച്ചയായും ഈ പ്രായത്തിൽ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഭഗവാന്റെ നാമത്തിൽ നല്ലൊരു ദൈവവിശ്വാസിയായി തീരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, പരീക്ഷയൊക്കെ ആവാൻ പോവല്ലേ, ടേബിളിന് മുന്നിൽ ഭഗവാന്റെ ഫോട്ടോ വെക്കുക, ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിക്കുക എന്നിങ്ങനെ ഒന്നും നിർബന്ധിച്ച് പറയരുത്. ജസ്റ്റ് ഒന്ന് പറയാ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഒരു കാരണവശാലും നമ്മൾ ഫോഴ്സ് ചെയ്യുവാൻ നിൽക്കരുത്. അതവരെ വീണ്ടും അസ്വസ്ഥരാക്കുകയേ ചെയ്യുകയുള്ളൂ. ഈ ഒരു കാര്യം മാതാപിതാക്കൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കാട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാം. ഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ആയതിനാൽ പരിപൂർണമായും ഈ ഒരു പ്രവൃത്തി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുവാൻ പാടുള്ളൂ, നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. നമ്മൾ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വ്യക്തമായും സ്പഷ്ടമായും കയറിയിരിക്കണമെങ്കിൽ തീർച്ചയായും കോൺസെൻട്രേഷൻ, ശ്രദ്ധ ആവശ്യമാണ്. ഇത്തരത്തിൽ ശ്രദ്ധ ലഭിക്കുവാൻ പഠിക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ രാവിലെയോ 108 മുത്തുള്ള മാലകൾ ജപിക്കാവുന്നതാണ്. വലിയ കാര്യമെന്ന രീതിയിൽ പറയണ്ട മക്കളെ, ഇത് 108 മുത്തുള്ള ജപമാലയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് മുകളിൽ നിന്നും അവസാനം വരെ 108 തവണ ഉരുവിടുക. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടിയാണ്, ഓർമ്മ നിൽക്കുവാൻ വേണ്ടിയാണ്. മക്കളൊന്ന് ചെയ്തു നോക്കൂ എന്ന് സ്നേഹപൂർവ്വം അവരോട് പറയാം. തീർച്ചയായിട്ടും മക്കളത് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ കുട്ടികള് നല്ല ഭക്തരൊക്കെ ആണെങ്കിൽ, പ്രത്യേക കൃഷ്ണ ഭക്തരൊക്കെ ആണെങ്കിൽ അവരോട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുവാൻ പറഞ്ഞാൽ മതി. രക്തചന്ദന ജപമാല, തുളസി ജപമാല എന്നിവ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി ജപിക്കുവാനായി കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത്, സമയം കിട്ടുന്ന വേളയിലുള്ള ഭഗവാന്റെ നാമം എഴുതുന്ന കാര്യമാണ്. ഇതും ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടിയാണ് സാധാരണ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കർമ്മം ഇത്രയെങ്കിലും ഭക്തരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ എന്നാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ കൃഷ്ണനെ ആരാധിക്കണമെന്നില്ല. ചിലർ ശിവഭക്തരായിരിക്കും, അല്ലെങ്കിൽ ഗണപതി ഭക്തരായിരിക്കും. താൻ ആരാധിക്കുന്ന മൂർത്തി ഏതാണോ ആ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുട്ടികളോട് നാമങ്ങൾ എഴുതുവാൻ ആവശ്യപ്പെടാം. മോന്റെ മനസ്സിൽ ഏത് നാമമാണോ ആദ്യം കടന്നു വരുന്നത് ആ നാമം ഇഷ്ടമുള്ള അത്ര തവണ എഴുതുവാൻ
ആവശ്യപ്പെടുക അല്ലെങ്കിൽ എഴുതുവാൻ പറയുക. ഒരിക്കലും നിർബന്ധിക്കരുത്. അങ്ങനെ എഴുതിക്കോട്ടെ. എഴുതുമ്പോൾ തീർച്ചയായും കോൺസെൻട്രേഷൻ, ശ്രദ്ധ ലഭിക്കുന്നതാണ്. ഈ 2 കർമ്മങ്ങൾ സമയം കിട്ടുന്ന രീതിയിൽ നിരന്തരം എല്ലാ ദിവസവും കുട്ടികൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും 100% ഉറപ്പ് പഠിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കാര്യത്തിലാണോ ഏത് വിഷയത്തിലാണോ വ്യാപൃതനാകുന്നത് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ശ്രദ്ധ ലഭിക്കുമ്പോൾ അത് പരീക്ഷാ വേളകളിലും പ്രതിഫലിക്കും. ഒരുപാട് വിഷയങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് കവർ ചെയ്യുവാനായിട്ട് പൂർത്തിയാക്കുവാനായി സാധിക്കുകയും ചെയ്യും. ഇനി പറയുവാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ കുട്ടികൾക്കും സന്തോഷപൂർവ്വം ഒരേപോലെ ചെയ്യുവാൻ കഴിയുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം ദൃശ്യവൽക്കരണം. നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അവരെ അടുത്ത് വിളിച്ചിരുത്തുക. തലയിലൊക്കെ ഒന്ന് തലോടിക്കൊണ്ട് സ്നേഹവാത്സല്യത്തോടെ ഇപ്രകാരം പറയുക, മോനെ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയേ. നാളെ നമ്മൾ അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കല്യാണത്തിന് പോകുകയാണ്. അവിടെ ചെന്ന് ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. ദാ മോനെ ഏറ്റവും പ്രിയപ്പെട്ട ഐസ്ക്രീമും ഭക്ഷണങ്ങളും എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. മോനതെല്ലാം അല്ലെങ്കിൽ മോളതെല്ലാം പോയി കഴിക്കുന്നു. സന്തോഷത്തോടു കൂടി നമ്മളെ വിവാഹത്തിന് ക്ഷണിച്ച അങ്കിളിനോടും ആന്റിയോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഇങ്ങനെയൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ കണ്ണ എന്ന് സ്നേഹത്തോടെ അവരോട് പറയാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയും അവർ അപ്പോൾ തന്നെ കണ്ണുകൾ അടച്ച് ഇതെല്ലാം മനസ്സിൽ ദൃശ്യവൽക്കരിക്കും. അമ്മേ, ഈ പറഞ്ഞതെല്ലാം ഞൊടിയിടയിൽ ഞാൻ മനസ്സിൽ കണ്ടുട്ടോ എന്നിങ്ങനെ അവർ പറയുകയാണ് എങ്കിൽ മറുപടിയായി നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്, മോന് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുവാൻ ഇതേപോലെ തന്നെ ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞു തരട്ടെ. പരീക്ഷാവേളയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുവാൻ ഇതുവഴി സാധിക്കും. മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ കസേരയിലിരുന്നോ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇനി വരുവാൻ പോകുന്ന പരീക്ഷാ ദിവസത്തെ ഒന്ന് മനസ്സിൽ കാണുക. അന്ന് പരീക്ഷയുള്ള ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, കുളിച്ച് സന്തോഷത്തോടു കൂടി യൂണിഫോം എല്ലാം ഇട്ട് ബസ്സിൽ കയറുകയാണ്. ബസ്സിൽ കയറി സ്കൂളിലെത്തുന്നു. കൂട്ടുകാരോടെല്ലാം പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോഴാണ് ദേ റൂമിലേക്ക് കയറുവാനുള്ള മണി മുഴങ്ങുന്നത്. നമ്മൾ ബാഗെല്ലാം എടുത്തു വെച്ച് പരീക്ഷ നടക്കുന്ന മുറിയിലേക്ക് കയറുന്നു. സാറ് വരുന്നു, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിൽ കാണുക. പേപ്പർ കണ്ട ഉടനെ വല്ലാത്ത ഒരു സന്തോഷം മനസ്സിലേക്ക് വരികയാണ്. ദേ ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ, എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം എഴുതി തീർത്ത് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് സന്തോഷപൂർവ്വം ഇറങ്ങുന്നതായും ഈ ഒരു സന്തോഷ വാർത്ത തൻ്റെ കൂട്ടുകാരോടും മാതാപിതാക്കളോടും എന്നോടും എല്ലാം വന്ന് പറയുന്നതായിട്ട് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. നിസാരം 2 മിനിറ്റിന് അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെ വേണ്ടൂ ഇങ്ങനെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുവാൻ. നമ്മൾ അന്ന് നടക്കുന്ന ആ പരീക്ഷ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക, റീക്രിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിരന്തരമായി പഠിച്ചൊക്കെ കഴിഞ്ഞ് അല്പനേരം ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോന് പരീക്ഷ നല്ല രീതിയിൽ എളുപ്പമാവും. വല്ലാത്ത ഒരു ആത്മധൈര്യം ലഭിക്കും. പാടുള്ള പരീക്ഷയൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലൊന്ന് മനസ്സിൽ കാണണേ കണ്ണ എന്ന് സന്തോഷത്തോടു കൂടി മക്കളോട് പറയുക. നമ്മൾ എങ്ങനെയാണോ അങ്കിളിന്റെയും ആന്റിയുടെയും മകന്റെ കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ചത്, ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എല്ലാം നുണഞ്ഞത്, ആ ഒരു വികാരത്തോടു കൂടി മാത്രം കണ്ടാൽ മതി ഈ ഒരു കാര്യത്തെയും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പറയണമെന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക. ആ ഒരു ആശയം കിട്ടിയല്ലോ, അത് മാത്രം മതി. ബാക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ അവരോട് പറയുക. ഈ ഒരു ആശയത്തെ വെറും നിസ്സാരമായിട്ട് കാണരുത്. കുട്ടികൾക്ക് അത്രമാത്രം പ്രയോജനപ്രദമാകുന്ന ഒന്ന് തന്നെയായിരിക്കും ഈ ഒരു ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വല്ലാത്തൊരു ആത്മധൈര്യവും എനർജിയും എല്ലാം ഈ ഒരു ദൃശ്യവൽക്കരണം വഴി ലഭിക്കുന്നതാണ്. ഒന്നും വേണ്ട, ഈ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്തോന്നേ, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഒരുപാടൊന്നും വലിച്ചു നീട്ടിയിട്ടില്ല, പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ലളിതമായിട്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോടായി പറഞ്ഞിട്ടുള്ളൂ. എല്ലാം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ളത് താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളാട്ടോ.
തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇനിയിപ്പോൾ മറുപടി ലഭിച്ചില്ല വെച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി, നിങ്ങൾക്ക് മറുപടി ലഭിക്കും. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് പാർവതി നായർ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാൻ ആൻറ്റി പറഞ്ഞിരുന്നു. എന്തായാലും ആ വലിയ മനസ്സിന് എന്നും ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്കും ഇതേപോലെ വീഡിയോകൾ സ്പോൺസർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട് വെച്ചാൽ തീർച്ചയായും അത് ഞങ്ങളെ അറിയിക്കുക. മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വിശദമായിട്ടുള്ള വിവരങ്ങൾ ഭക്തർക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേറെയൊന്നുമില്ല, ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കെല്ലാം. നന്ദി, നമസ്കാരം.